പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രേവതിക്കുട്ടിയുടെ നിർബന്ധപ്രകാരം അലീനയും കൂട്ടി അവർ 4 പേരും കൂടി പുറത്തു പോകാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് കുളിച്ച് ഫ്രഷ് ആവുകയൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് വീണ്ടും മനുവിൻ്റെ കോൾ വരുന്നത്. അന്നേരം അലീന ഫോൺ എടുക്കും കേട്ടോ. അന്നേരം മനു അലീനയോട് ചോദിക്കുന്നുണ്ട്, നേരത്തെ ഫോൺ വിളിച്ചപ്പം എടുത്തില്ലല്ലോ, അതെന്താ, ഞാൻ ഫോൺ വിളിക്കുന്നത് ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം അലീന പറയാം, അങ്ങനെയൊന്നുമില്ല, മനുവേട്ടൻ എന്നെ വിളിക്കാമല്ലോ, എന്നെ കൂട്ടിക്കൊണ്ട് വന്ന ആളല്ലേ മനുവേട്ടൻ എന്നൊക്കെ ചോദിക്കുക. അന്നേരം മനു ചോദിക്കും, അപ്പോൾ പിന്നെ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നതിനാണോ പ്രോബ്ലം, അതിനാണോ വിലക്കുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ആരുടെ വിലക്ക്, അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോൾ, സ്വന്തം മനസാക്ഷിയുടെ വിലക്ക് അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പം അലീന ഒന്നും മിണ്ടില്ലേ. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് അവർ റെഡിയായി പാർക്കിലും അതുപോലെ സിനിമയ്ക്കുമൊക്കെ ആയിട്ട് ഇറങ്ങുന്നു. പാർക്കിലൊക്കെ ചെന്നിട്ട് രേവതിക്കുട്ടി സന്തോഷത്തോടെ അലീനയുടെ കൈയും പിടിച്ച് ഓടി നടക്കുവാണ്. അലീനയുടെ ജീവിതത്തിൽ ഇതൊക്കെ ആദ്യത്തെ അനുഭവമാണ്. അതിൻ്റെ ഒരു അത്ഭുതവും സന്തോഷവും ഒക്കെ അലീനയുടെ മുഖത്തുണ്ട്. അതിനുശേഷം അവരവിടെ വെയിറ്റ് ചെയ്യുക. അന്നേരം ഗ്രേസിയമ്മയ്ക്ക് ചോദിക്കുന്നുണ്ട്, അതെന്താ വെയിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയണമല്ലോ. അന്നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ, ഒരാൾ വരാനുണ്ടെങ്കിൽ എൻ്റെ അലീന ചേച്ചി അവിടെ വന്ന് ഏറ്റെടുത്ത് കൂട്ടിക്കൊണ്ട് പോയ ഒരു ഏട്ടനുണ്ട്, മനുവേട്ടൻ വരാനുണ്ട് എന്ന് പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നടന്നു വരുന്ന മനുവിനെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങൾ.